എത്ര മനോഹരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ലക്കി തന്നെയല്ലേ. കുലകുത്തി പോയിടുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് കേട്ടോ ഈ ഒരു പോപ്പിയിൽ ഞാനിടുന്ന ഓരോ വീഡിയോസിനും നല്ല വ്യൂസാണ് കേട്ടോ കൂടുന്നത്. പക്ഷെ എല്ലാവരും സബ് അടിച്ചിട്ടില്ല. അത് വെച്ചാൽ ഭയങ്കര സങ്കടവും ഇല്ല കേട്ടോ. നമുക്ക് പതുക്കെ പതുക്കെ കയറി പോയാൽ മതി. എന്തിനാ ഇത്ര തിടുക്കല്ലേ? പയ്യെ പയ്യെ പോയാൽ മതി എന്ന്. എപ്പോഴും പൂക്കളെ കാര്യം മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കൂലേ? ഒന്ന് മാസം മാറി എന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. മാസം മാറി ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ഭംഗിയിൽ വേറെ ഫ്ലവറൊക്കെ തോറ്റു പോകും. അങ്ങനെയാണ് മാസം മാറി നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവരെ കൂടെ എപ്പോഴും നമ്മൾ നിൽക്കണം. അല്ല ഞാൻ ഇതിൽ വെള്ളയിച്ച അങ്ങനെയൊക്കെ വരും. ഇതിൻ്റെ പുതിയ തൂമ്പ് പെട്ടെന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ, അല്ല പനി കിട്ടുവേ. അതിങ്ങനെ നീണ്ടു പോയാൽ ഒരു ഭംഗി ഉണ്ടാവില്ല മാസം മാറി. ഞാൻ ആ തൂമ്പൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ മുരട്ട് ഇങ്ങനെ കുത്തി വെക്കും കേട്ടോ. അതിനും വേര് വരും. ആ തൂമ്പിനും വേര് വന്നിട്ട് നമുക്ക് മാറ്റി നടാമല്ലോ. കാശിത്തുമ്പയുടെ വിത്ത് ഞാൻ എന്നും വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കൊഴിഞ്ഞു പോയോ മൂത്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. പിന്നെ കമൻസിലൂടെ ഞാൻ എപ്പോഴും കാണുന്നുണ്ട് അടുക്കുന്നത്. അത് ഏതിനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കാശിത്തുമ്പയുടെ വിത്തിനാണ് അടുക്ക് എന്ന് പറയുന്നത് എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. പിന്നെ ഡബിൾ പെറ്റൽസിൻ്റെ പോപ്പി നല്ല ഭംഗി തന്നെ അത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊന്നും അങ്ങനെ മങ്ങിയൊന്നും ചെയ്യില്ല. ലാസ്റ്റ് മൂത്ത് കൊഴിഞ്ഞു പോകാനാകുമ്പോഴാണ് അതിൻ്റെ കളറൊന്നും മങ്ങുന്നത്. പിന്നെ ഇവിടെ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പൂ വിരിഞ്ഞത് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ചെടികൾക്ക് നനച്ചൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇന്നിപ്പോൾ ഒരു ചുവപ്പ് കാണുന്ന വിചാരിച്ചിട്ട് നോക്കിയത്. അപ്പോഴാണ് ഇത് വിരിഞ്ഞത് കാണുന്നത്. ഇതിമൊരു വൈറ്റ് കളർ ഒരു ഡോട്ട്സ് ഉണ്ട് കേട്ടോ. ഇതിൽ കിട്ടുന്നില്ല, വീഡിയോക്കകത്ത് കിട്ടുന്നില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ എല്ലാ വീഡിയോസിലും പോപ്പി ഉൾപ്പെടുത്തണമെന്ന്. അത് കമൻറ്റ് ഇട്ടത് ഞാൻ പോപ്പി ഉൾപ്പെടുത്താത്ത ഒരു വീഡിയോക്ക് താഴെയാണ് കേട്ടോ. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എല്ലാ വീഡിയോസിലും പോപ്പി ഉൾപ്പെടുത്താൻ ശ്രമിക്കാവേ. ഈ ചെടികളായാലും കൃഷിയായാലും നട്ടുപിടിപ്പിക്കാനുള്ള എൻ്റെ ഒരു സന്തോഷം അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് നിങ്ങൾക്കൊന്നും അറിയണ്ടേ? വായോ ഞാൻ പറഞ്ഞു തരാവേ. വായിൽ വെള്ളമൂറും മാങ്ങ എന്ന് പറയാനായിട്ടില്ല, കണ്ണിമാങ്ങയായിട്ടുള്ളൂ. ഇതെൻ്റെ പേരൻസ് നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്കും നട്ടുപിടിപ്പിക്കാനുള്ള ശീലം എവിടെ നിന്ന് വന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, അത് എൻ്റെ ചോരയിൽ കലർന്നതെന്ന്. ഇതൊന്നും മണ്ണിനടിയിലല്ല കേട്ടോ അവർ മാവ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഒക്കെ ഡ്രമ്മിനകത്താണ്. ഡ്രമ്മിനകത്ത് പറഞ്ഞാലും പോരാ, ചിലതിനൊക്കെ ചക്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്കൊക്കെ അങ്ങനെ നീക്കി കൊടുക്കാൻ. ചില സമയത്ത് അവർക്ക് വെയിൽ വേണ്ടി വരും, ചില സമയത്ത് വെയിൽ വേണ്ടി വരില്ല. പിന്നെ ചിലരൊക്കെ പറയും ഇതിലൊക്കെ നട്ടുപിടിപ്പിച്ചാൽ ഇതൊക്കെ പൂക്കുമോ എന്നുള്ളത്. പക്ഷെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും എന്നുള്ളതിന് തെളിവാണ് എൻ്റെ സ്വന്തം വീട്ടിലെ ഈ ഒരു മാവ് കൃഷി. മാവ് മാത്രമല്ല കേട്ടോ, പലതുണ്ട്. ഇതൊക്കെ കണ്ടോ, കണ്ണിമാങ്ങ കേട്ടോ. ഞാനൊന്ന് പറിക്കട്ടെ എന്ന് വിചാരിച്ചു, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് ബാപ്പ പറഞ്ഞപ്പോൾ. ഇതിൻ്റെ ബാപ്പ തന്നെ ഇങ്ങനെ ബെഡ് ചെയ്തതാണ് കേട്ടോ. ഒരു മൂച്ചിയിൽ ഒരു 5 വിധം മാങ്ങയാണുള്ളത്. അത് ഒരു മൂച്ചിക്കൊമ്പ് തന്നെ പല മാവിൻ്റെയും കമ്പ് കൊടുത്തിട്ട് ബെഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ കോമാങ്ങ ഉണ്ട്, മല്ലിക ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ മൂവാണ്ടനോ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് പേരൊന്നും അറിഞ്ഞൂടെ. എന്നും എൻ്റെ വൈബോയിൽ ചെടിയുടെ വീഡിയോസ് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യൽ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് മാവൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് എനിക്ക് നട്ടുപിടിപ്പിക്കാനുള്ള ശീലം പേരൻസിൽ നിന്ന് കിട്ടിയതാണെന്നാണ് ഞാൻ ഇതിൽ ഒരു പ്രൂഫ് തരുന്നത്. കണ്ണിമാങ്ങ അങ്ങനെ തൂങ്ങി കിടക്കണുണ്ട്. എന്താ അല്ലേ ഭംഗി കാണാൻ. എന്തിനാണ് ഈ ഡ്രമ്മിനൊക്കെ ചക്രം വെച്ചെന്ന് ബാപ്പാനോടൊന്ന് ചോദിക്കാട്ടോ. ഇതിനെ അതങ്ങോട്ട് വെച്ച് കൊണ്ടാണ് അങ്ങോട്ട് സ്ഥലമാക്കാൻ അത് ഇഞ്ചാൽ മതി. അപ്പോൾ അങ്ങോട്ടും ഒഴിവാക്കിയേക്കാം വെയിലുള്ള ദിവസമൊക്കെ. അത് എനിക്ക് അങ്ങോട്ടും വെച്ചൂടെ, വെച്ച് കൊണ്ട് കൂടെ പൊന്നിച്ചു. അപ്പോൾ അതിൽ കഴിച്ചുവോ? മാങ്ങ കഴിച്ചുവോ? എന്താ മാങ്ങ വെച്ചാൽ വെച്ച് വാങ്ങിച്ചിരുന്നില്ല, ഈ കഴിച്ചിട്ടുണ്ടാവും. എൻ്റെ ബാപ്പ മാത്രമല്ല കേട്ടോ, ഉമ്മക്കും ഉണ്ട് അടുക്കളത്തോട്ടൊക്കെ. പൈനാപ്പിള്, പച്ചമുളക്, വഴുതന, വെണ്ട, അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട്. തീർന്നിട്ടില്ല. ഇതിനൊക്കെ വളമയും വേണ്ടേ? അപ്പോൾ ആടിനെയും അവർ വളർത്തും. നിങ്ങൾക്ക് ഈ വീഡിയോ ബോറടിച്ചോ? ബോറടിച്ചെങ്കിൽ കമൻറ്റിലൂടെ പറയണേ. നമുക്ക് നമ്മളെ പേരൻസിൻ്റെതും കൂടി നമ്മളെ വീഡിയോക്കകത്ത് ആഡാക്കാനും സന്തോഷമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് ഈ കിട്ടിയ ശീലം എവിടെ നിന്ന് വന്നു എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയും ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാവൊക്കെ കൊണ്ടുവന്നിട്ട് ഈ വീഡിയോയിൽ ആഡാക്കിയത്. ബോറായെങ്കിൽ വേഗം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. കാരണം നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലും കൊണ്ടുവന്നിട്ട് അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡാക്കും. അപ്പോൾ അത് വേണ്ടല്ലോ, എനിക്ക് ചെടികൾ തന്നെ മതിയല്ലേ. എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് എന്നെ അറിയിക്കണേ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ആ മാവ് ഇതിൽ ആഡാക്കിയത് ഇത് വ്യൂസ് കിട്ടൂലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. എന്തായാലും ഇത് നോക്കട്ടെ, അതിനനുസരിച്ചിട്ട് ഇനി മുന്നോട്ട് പോവാം. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ. ആ മാവും കൃഷിയൊന്നും വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ മതി. എനിക്കൊരു ദേഷ്യമില്ലേ, അപ്പോൾ പറയണേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ. ഇപ്പം തന്നെ ബോറടിപ്പിച്ചോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ ഞാനത് ഇതിൽ ആഡാക്കാനൊരു കാരണം എന്താ വെച്ചാൽ വയ്യേ പോകുന്നവരൊക്കെ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്, എല്ലാവരും വന്നിട്ട് കാണുന്നുണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ആഡാക്കിയത്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ്. വേണ്ടെങ്കിൽ വേണ്ടാന്നാണ് പറഞ്ഞാൽ മതി കേട്ടോ. ഒന്നുമില്ല, സങ്കടമോ വിഷമോ ദേഷ്യമോ ഒന്നുമില്ല. എന്തായാലും തുറന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി അല്ലെങ്കിലും ഞാനത് വല്ലാണ്ട് ആഡാക്കുന്നില്ല. ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ച് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബായ്.